എല്ലായിടത്തും മഴ പ്രശ്നമാകുന്നുണ്ട്. കനത്ത മഴയിൽ പാലക്കാട് കൽപ്പാത്തിയിൽ കെട്ടിടം തകർന്നിരിക്കുന്നു. ചാവക്കാട് സ്റ്റോർ എന്ന കെട്ടിടമാണ് തകർന്നത്. മേൽക്കൂര അടക്കം രാവിലെ 6:30 നിലം പതിക്കുകയായിരുന്നു. ഇക്ബാൽ അറക്കൽ വിവരങ്ങൾ നൽകും. ഇക്ബാൽ, ഒരു കെട്ടിടം അങ്ങനെ നിലം പതിച്ചിരിക്കുന്നു. അത്ര ശക്തമായ മഴയാണോ? ഇന്ന് പാലക്കാട് ജില്ലയിൽ പരക്കെ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇടവിട്ട് മഴ ശക്തി ആർജിക്കുന്ന ഒരു സാഹചര്യം ഇന്ന് പാലക്കാട് ഉണ്ടായിരുന്നു. പാലക്കാട് പലയിടങ്ങളിലും ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങൾ കടപുഴകി വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പ്രത്യേകിച്ചും മംഗലം വ്യാപാര ഭവന്റെ മുകളിലേക്ക് മരം കടപുഴകി വീണ് ആ കെട്ടിടം തകർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ 6:30 മണിയോടുകൂടി കൽപ്പാത്തിയിൽ പ്രവർത്തിക്കുന്ന ചാവക്കാട് സ്റ്റോർ എന്ന് പറയുന്ന കട പൂർണ്ണമായും തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കനത്ത മഴയിൽ ഈ കടയുടെ മേൽക്കൂര മുഴുവനായി ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഏതായാലും ഉടൻ തന്നെ രക്ഷാപ്രവർത്തകർ അവിടെ എത്തി അതിനകത്ത് ആരും പെട്ടിട്ടില്ല എന്ന കാര്യം സ്ഥിരീകരിച്ച് മറ്റുള്ള കാര്യങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് മണ്ണാർക്കാട് അട്ടപ്പാടിയിലേക്ക് പോകുന്ന പ്രധാന പാതയിലാണ്. ഇവിടെയും ഈ കനത്ത മഴയിൽ മരം ഈ റോഡിലേക്ക് കടപുഴകി വീണിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇവിടെ 12 മണിയോടുകൂടിയാണ് ഈ മരം കടപുഴകി റോഡിലേക്ക് വീണത്. ഇപ്പോൾ ഏകദേശം 45 മിനിറ്റ് പിന്നിടുന്നു. ഇപ്പോഴും രക്ഷാപ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഈ മരം മുറിച്ചു മാറ്റി ഈ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, നിരവധി യാത്രക്കാരാണ് ഈ പ്രദേശത്ത് ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത്. അട്ടപ്പാടി മണ്ണാർക്കാട് മേഖലയിൽ സ്ഥിരം കാഴ്ചയാണ് ഈ മഴയിൽ ഈ മരങ്ങൾ കടപുഴകി വീഴുന്നത്. നാട്ടുകാർ പറയുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ മഴ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ റോഡിനോട് ചേർന്ന് നിൽക്കുന്ന ഈ മരങ്ങൾ മുറിച്ചു മാറ്റിയാൽ ഇത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാമെന്നാണ്. ഏതായാലും ഈ മണ്ണാർക്കാട് നിന്ന് അട്ടപ്പാടിയിലേക്ക് സഞ്ചരിക്കുന്ന പ്രധാന പാതയാണിത്. ഇവിടെയാണ് ഈ താവളം എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് ഇത്തരത്തിൽ റോഡിന് സമീപം ഉണ്ടായിരുന്ന ഒരു കൂറ്റൻ മരം ഈ റോഡിലേക്ക് മറിഞ്ഞ് വീഴുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഏകദേശം 12 മണിയോടുകൂടിയാണ് ഈ മരം റോഡിലേക്ക് പതിച്ച് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ഏകദേശം 45 മിനിറ്റ് പിന്നിടുന്നു. ഇപ്പോൾ ഈ മരം ഇവിടെ നിന്ന് മാറ്റാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് ഉദ്യോഗസ്ഥരുള്ളത്. പോലീസിൻ്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലായിരുന്നു ആദ്യം ഈ മരം മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. പിന്നീട് അട്ടപ്പാടിയിൽ നിന്ന് തന്നെ ഫയർഫോഴ്സ് യൂണിറ്റും അതുപോലെ തന്നെ PWDയുടെ ജീവനക്കാർ ഉൾപ്പെടെ ഇവിടേക്ക് എത്തി ഈ മരം മുറിച്ചു മാറ്റുകയായിരുന്നു. ഇപ്പോൾ ഏറെക്കുറെ ഈ മരം മുറിച്ചു മാറ്റാൻ ഉദ്യോഗസ്ഥർക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി ഉടൻ തന്നെ ഇവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. നിരവധി യാത്രക്കാരാണ് ഈ പ്രദേശത്ത് ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നത്. നമുക്ക് ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, KSRTC ബസ് ഉൾപ്പെടെ വലിയൊരു വാഹനങ്ങളുടെ നീണ്ട നിര നമുക്ക് കാണാൻ കഴിയും. അവരെല്ലാം മണ്ണാർക്കാട് ഭാഗത്ത് നിന്ന് അട്ടപ്പാടിയിലേക്ക് വരുന്നവരാണ്. തിരിച്ച് ഇപ്പുറത്തും ഈ അട്ടപ്പാടിയിൽ നിന്നും വിവിധ ആവശ്യങ്ങൾക്കായി മണ്ണാർക്കാട്ടേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയ ആളുകളെല്ലാം കഴിഞ്ഞ 45 മിനിറ്റായി ഈ പാതയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. താവളം ഭാഗത്താണ് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായത്. 12 മണിയോടുകൂടി ഈ താവളം പരിസരത്ത് ഈ റോഡിന് സമീപത്തായി നിന്നിരുന്ന ഈ മരം റോഡിലേക്ക് മറിഞ്ഞ് വീഴുകയായിരുന്നു. ഏതായാലും മരം മുറിച്ചു മാറ്റാനുള്ള ഉദ്യോഗസ്ഥരുടെ ശ്രമങ്ങൾ തുടരുന്നു. അല്പസമയത്തിനകം തന്നെ ഈ പ്രദേശത്തോടുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ പാലക്കാട് പലയിടത്തും മഴയിൽ നാശനഷ്ടങ്ങളുണ്ട്. നേരത്തെ ഒരു കെട്ടിടത്തിന്റെ ദൃശ്യങ്ങൾ അത് പുലർച്ചെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണതാണ്. ഇപ്പോൾ റോഡ് ഗതാഗതം തന്നെ തടസ്സപ്പെടുന്ന ഒരു രീതിയിലേക്ക് മരം മറിഞ്ഞു വീണിരിക്കുന്നു. ഈ മരം മുറിച്ചു മാറ്റുന്ന നടപടികളിൽ എത്ര സമയം പിടിക്കുമെന്നാണ് അറിയുന്നത്? അവിടെ വാഹനങ്ങളുടെ നീണ്ട നിര കാണുന്നു. തീർച്ചയായും ഇനിയും അല്പസമയത്തിനകം തന്നെ ഈ മരം പൂർണ്ണമായും മുറിച്ചു മാറ്റി ഇവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ റോഡിൻ്റെ വശത്ത് തന്നെയുള്ള ഒരു ഇലക്ട്രിസിറ്റി പോസ്റ്റിൻ്റെ മുകളിലേക്കാണ് ഈ മരം വീണത്. അതുകൊണ്ട് തന്നെ ഇവിടെ വൈദ്യുതി ബന്ധം ഉൾപ്പെടെ തടസ്സപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ പോസ്റ്റ് ഉൾപ്പെടെ ശരിയാക്കിക്കൊണ്ട് ഇവിടെ എത്രയും പെട്ടെന്ന് ഈ ഒരു ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നാണ് ഉദ്യോഗസ്ഥർ ഒരു കണക്കുകൂട്ടൽ. അഗളിയിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ ഈ വിവരം അറിഞ്ഞ് ഇവിടേക്ക് എത്തിയിരുന്നു. അവരുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ ഫയർഫോഴ്സ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെയാണ് ഈ മരം മുറിച്ചു മാറ്റി ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ. വേഗം തന്നെ മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ അട്ടപ്പാടിയിൽ പുരോഗമിക്കുകയാണ് ഇപ്പോൾ.